എല്ലാവരും നിന്ന് നിൽക്കണം. അരുളേ വാടി 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 ക്യാമറ ചെയ്തേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ നല്ല ഈശോയെ, അങ്ങനത്തെ നാം ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയെ, ഇന്ന് ഈ കുടുംബത്തിൻ്റെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മകളെ അങ്ങനെ ഞങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോ, ഈ കുടുംബത്തിന് വേണ്ടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും മർത്തങ്ങിക്കുന്നെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ദാമ്പത്യമെന്ന വിവാഹമെന്ന കുദാശയ്ക്ക് വേണ്ടി എല്ലാ രീതിയിലും ഒരുങ്ങി വിവാഹത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുന്ന ഈ സമയത്തിൽ ഈ കുടുംബത്തെയും കുടുംബത്തിലെ ഓരോ മക്കളെയും പേര് വരാനായിട്ട് ഞങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ പോകുന്ന സ്റ്റെഫി അങ്ങയുടെ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച്
ഈ കുദാശ യോഗ്യതയോടെ സ്വീകരിക്കാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകണമേ. കർത്താവായ ഇന്നത്തെ എല്ലാ തിരുക്കർമ്മങ്ങളും പങ്കെടുത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുന്ന് പള്ളിയിലേക്കുള്ള യാത്രയും പള്ളിയിലെ തിരുക്കർമ്മങ്ങളെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഭംഗിയായിട്ട് ഒരു കുറവും കൂടാതെ നടക്കുവാൻ വേണ്ടി അങ്ങയുടെ പ്രത്യേകമായ കടാക്ഷവും കൃപയും ഉണ്ടായിരിക്കണമേ. പരിശുദ്ധമേ മാതാവേ, അന്ന് കാനായിലെ കല്യാണ വിരുന്നിലായിരുന്ന് ആ കുടുംബത്തിലുണ്ടായ ഓരോ കുറവുകളും അറിഞ്ഞ ആ കുടുംബത്തിലെ കുറവുകളെ നിറവുകളാക്കുവാൻ വേണ്ടി അമ്മ അങ്ങയുടെ തിരുക്കുമാരോട് മാധ്യസ്ഥം വഹിച്ചതുപോലെ ഇന്നത്തെ ഈ തിരുക്കർമ്മത്തിലെ ഓരോ കുറവുകളും നിറവുകളാകുവാൻ വേണ്ടി പ്രത്യേകിച്ച് ദൈവവര പ്രസാദത്താൽ നിറയുവാൻ വേണ്ടി വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന വധൂവരന്മാരെ പ്രത്യേകം അനുഗ്രഹിക്കണമേ എന്ന് അവർക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരോട് മാധ്യസ്ഥം വഹിക്കണമേ. നമ്മൾ മതിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലായ്പ്പോഴും നാം ഓരോരുത്തരും കൂടിയും പ്രത്യേകിച്ച് വിവാഹം എന്ന കുദാശയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സ്റ്റെഫിയോടും അതുപോലെ തന്നെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളോടും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. God gave me you when I was lost. He led me through, no matter the cost. Now every day I see His grace. Every time I see Your face, God gave me you, and I won't let go. You're the love He knew my heart would know. We've walked through storms, we've seen the sun. With You I know the best to come. Through highs and lows, through joy and pain, Your love has stayed, it won't change. You're more than just my dream come true. You're proof of what His love can do. Together we will always be a story of His mystery. If you see the daylight running from your mind, running from your mind, and with each day it's getting harder to unwind, harder to unwind. You can lay it all on me. You can lay it all on me. If your heart is heavy and you feel unsteady, you don't have to worry. I'll be right here. You can lay it all on me. Running out of breath, but let me help you find some space to clear your head, space to clear your head. You can lay it all on me. You can lay it all on me.
തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീല ഒരുമയോടെ ബലി അർപ്പിക്കാം. സർവേശ്വരം സ്തുതിഗീതം. സുലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സുലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയ്ക്കാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധനായ മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പ്രതിഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷയുടെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. അവരുടെ
സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗ്രഹിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിലൂടെ കിടക്കുന്ന വഴിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പറയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുറിചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് ഞങ്ങളാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് രക്ഷിത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. കർത്താവേ, നിൻ സ്തുതികൾ പാടുന്നു. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം ആവാക്യേ, കാരുണ്യം നീ ചൊരിയണമേ. സമാധാനത്തോടുകൂടി വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്ഥിരനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കട്ടെ.
ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസ് വിശ്വസിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഫരിസേയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണ്? ഈശോ അവരോട് മറുപടി പറഞ്ഞു, മൂശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കുവാൻ മൂശയെ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ക്രിസ്ത്യന്റെയും സ്റ്റെഫിയുടെയും ജീവിതത്തിലെ തങ്ക ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഈ പുണ്യമുഹൂർത്തത്തിന് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ എത്തി സാക്ഷ്യപ്പെടുത്തുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പഴയ നിയമത്തില് തോബിത്തിന്റെ പുസ്തകത്തില് തോബിയാസിന് കല്യാണം
അന്വേഷിച്ച് ഭാര്യയെ അന്വേഷിച്ച് പോകുന്നതും രസകരമായ കല്യാണത്തിന്റെ സംഭവം പറയുന്നു. ടോബിയാസിന് കല്യാണം അന്വേഷിച്ച് പോകുമ്പോൾ കൂടെ കൊണ്ടുപോയത് റഫായേൽ മാലാഖയാണ്. അവരിൽ നിന്ന് അവർക്ക് റഗുവേലിന്റെ പുത്രി സാറായെ കണ്ടുകിട്ടി. സാറായെ കല്യാണം കഴിക്കുവാൻ ആഗ്രഹിച്ച് അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത് സാറായുടെ അപ്പ റഗുവേൽ പറഞ്ഞു, എടാ മോനെ, നമ്മൾ തമ്മിൽ ചില ബന്ധമൊക്കെ ഉള്ളതാ, നീ ആ പെൺകൊച്ചിനെ കെട്ടണ്ട, അവർക്ക് ചൊവ്വാദോഷമുണ്ട്. ആദ്യം കല്യാണം കഴിച്ച 6 പുരുഷന്മാരും മരിച്ചുപോയി, നീ 7ാമത്താ, നീ ഇവിടെ മരിക്കേണ്ട ആവശ്യമില്ല, നീ വെക്കൂ. പക്ഷേ ഈ റഫായെ മാതാക നിർബന്ധിച്ചു, നീ കഴിക്കാൻ വെച്ചു, അവർക്ക് ഞാൻ വെച്ചു. അങ്ങനെ അവർ കല്യാണം കഴിച്ചു. ആദ്യ രാത്രിയിൽ ഇവൻ മരിച്ചു പോകുമല്ലോ എന്ന് കരുതി വേലക്കാരിയോട് പറഞ്ഞു, ഇടയ്ക്ക് നോക്ക്, മരിക്കുവാണെങ്കിൽ രാത്രി തന്നെ നടത്താം. പക്ഷെ മരിച്ചില്ല. പിറ്റേ ദിവസം അവൻ പറയുകയാണ്, ഞാൻ മരിക്കാതിരുന്നതിന്റെ കാരണം അത് ക്രിസ്ത്യനും സ്റ്റെഫി പ്രത്യേകം ഓർത്തിരിക്കണം. അവർ കരങ്ങൾ ഓർത്ത് വിളിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇവരെ പ്രാപിക്കുന്നത് ജഡിക അഭിലാഷത്താലല്ല, മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ്. ഇവളോടൊപ്പം എനിക്ക് വാർദ്ധക്യത്തിലെത്തുവാൻ കൃപയുണ്ടാകണമേ. അവൾ പറഞ്ഞു, ആമേൻ, നിന്റെ പ്രാർത്ഥന എന്റെയും പ്രാർത്ഥന. ജഡിക അഭിലാഷത്താലല്ല, മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താൽ. പിള്ളേരൊക്കെ പണ്ടൊക്കെ പറയും, ഞാൻ അവരോട് പ്രേമമാണ്. കൊച്ചു പിള്ളേര് ഇപ്പൊ പറയും ലൈനാന്ന് പറയും. ഈ ലൈന് പ്രേമമൊന്നുമല്ല. ഈ പ്രേമത്തെ കുറിച്ച് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, മനസ്സിൽ പാതി പതിച്ചു തരൂ, മെയ്യിൽ പാതി പതിച്ചു തരൂ. അതാണ് പ്രേമം. മനസ്സിൽ പാതി ഭരിച്ചു തരുന്ന സ്നേഹം, മെയ്യിൽ പാതി ഭരിച്ചു തരുന്നത് കാമവും, അല്ലെങ്കിൽ ഇണയും തുണയുമാകാനുള്ള വികാരം സമന്വയിക്കുന്നതാണ് പ്രേമം. ഇണ ചേരാനുള്ള വികാരം ശരീരത്തിലും തുണയാകാനുള്ള വികാരം മനസ്സിലും, ഇത് രണ്ടുമുള്ള സമന്വയിക്കുമ്പോഴാണ് പ്രേമിക്കുന്നത്. ഇതിന് രണ്ടിനുമുള്ള സൗകര്യം കിട്ടുന്ന എപ്പോഴാന്ന് വെച്ചാല് കല്യാണത്തിന് ശേഷം. കല്യാണത്തിന് ശേഷം നിങ്ങൾക്ക് പ്രേമിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെങ്കിലും ലൈനുണ്ടെങ്കിൽ രണ്ടും കൂടെ പറ്റുന്നത് ഇപ്പോഴേ ഉള്ളൂ. കല്യാണം കഴിച്ചതിന് ശേഷം സ്നേഹിക്കുക, അതുപോലെ തന്നെ പ്രേമിക്കാനായിട്ടുള്ള ലൈസൻസ് കിട്ടുന്നപ്പോഴാണ്. ഇതെന്തിനാണ്? ഒന്നാകാനായിട്ടാണ്. നമ്മൾക്ക് കാണാവുന്ന ലോകത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒന്നാകല് പരിശുദ്ധ ത്രിത്വത്തിലാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഒന്നാണ്. ഇതുപോലെയാണ് ഭാര്യയും ഭർത്താവും മക്കളും. അതുകൊണ്ടാണ് മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവമാണെന്ന് പറയുക. ദൈവത്തിന്റെ സ്നേഹം പരികർമ്മം ചെയ്ത് സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായിക്കൊണ്ട് കാണപ്പെട്ട ദൈവമാകാനാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്. വിവാഹിതരായിട്ടുള്ള എല്ലാവരും ധ്യാനിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുക. കാണപ്പെട്ട ദൈവമായിട്ട് സ്നേഹം പങ്കുവെക്കണം, അതുപോലെ ജീവൻ പങ്കുവെക്കണം. അങ്ങനെയാണ് അടുത്ത തലമുറ ഉണ്ടാകുന്നത്. പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്ത് ക്രിസ്ത്യൻ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്താണ് സ്റ്റെഫി നിൽക്കുക. ഈശോ വരാനിരിക്കുന്നേ ഉള്ളൂ. മക്കളാകുമ്പോൾ അവർ ഈശോയുടെ സ്ഥാനത്ത്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് മക്കളെ നല്ല മക്കളെ ജനിപ്പിച്ച് കർത്താവിന്റെ ശിക്ഷണത്തിന് ദൈവത്തിന്റെയും മനുഷ്യരെ സംപ്രീതി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് വലിയ കടമയുണ്ട്. ആ കടമ നിർവഹിക്കുകയാണ് വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും ധന്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഭാര്യാഭർത്തൃമാർ ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങളെ കുറിച്ച് ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിന്റെ സൗന്ദര്യം എന്ന സ്നേഹത്തിൽ ആനന്ദം എന്ന ചക്രി ലേഖനത്തിലൂടെ പറയുകയാണ്. 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1, പറയുവാനായിട്ട് സാധിക്കണം. പ്ലീസ് പറയേ, കേൾക്കാം. കേൾക്കാനുള്ള മനസ്ഥിതി, പരസ്പരം വിധേയരായിക്കൊണ്ട് കേൾക്കുവാനായിട്ട്, പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുവാനാണ്. അങ്ങനെയുള്ള ഒരു മനോഭാവം
ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകണം. എങ്കിലേ കുടുംബജീവിതം വിജയിക്കുന്നു. അല്ലെങ്കിൽ ഭർത്താവ് പറയും ഭാര്യയ്ക്കും പരസ്പരം കല്യാണത്തിന് മുമ്പ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് സ്നേഹിക്കുന്നവരാണ്, അതിന് മുമ്പ് ചറവറ പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് പറയും ഭാര്യ കേൾക്കും, പിന്നെ ഭാര്യ പറയും ഭർത്താവ് കേൾക്കും, പിന്നെ കുറച്ചാള് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, വല്ലവരും കേൾക്കും. ഇത് മാറിയിട്ട് പ്ലീസ് ടെൽ മീ, പറയുക, കേൾക്കാം എന്ന മനസ്സ് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം ക്ഷമിക്കുക. സോറി പറയാനായിട്ട് എനിക്ക് തെറ്റിപ്പോയി, ക്ഷമിക്കുക എന്ന് പറയുവാനുള്ളൊരു സന്നദ്ധത ഉണ്ടാകണം. എങ്കിലേ കുടുംബജീവിതം വിജയിക്കത്തുള്ളൂ. നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്, പക്ഷെ വിശുദ്ധരല്ല. വിളിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മളത് വളരുന്നവർ. പൗലോസ്ലീഹ നമ്മളെ അങ്ങനെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധരെന്നാണ്. എങ്കിലും മനുഷ്യർ ഈ ലോകത്തിലായതുകൊണ്ട് നമുക്ക് പിഴവുകൾ ഉണ്ടാകും. ഭാര്യ-ഭർത്തൃ ബന്ധത്തില് ഏറ്റവും അടുത്ത് ഇടപെടുന്നവരാണ്. വളരെ സൂക്ഷ്മമായ പിഴവുകൾ പോലും മറ്റേ ആൾക്ക് ഹർട്ട് ചെയ്യാൻ, അയാളെ വേദനിപ്പിക്കാൻ, അവിടെ സോറി പറയുവാനായിട്ട് ക്ഷമിക്കുക. ഇവിടൊക്കെ അതിൻ്റെ അങ്ങനെ ക്ഷമിക്കുവാൻ പറ്റുന്ന മൂന്നാമത് താങ്ക്സ് വേണം. നല്ല ഒരു ഡിഷ് ഉണ്ടാക്കി, വെരി ഗുഡ്, താങ്ക് യു. നമ്മൾ മലയാളികൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാര്യമാണ് നന്ദി പറയുക. നമുക്ക് മനസ്സില്ല, നന്ദിയൊക്കെ ഉണ്ട്, പറഞ്ഞില്ല, അവർക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് നന്ദിയുണ്ടെന്ന്. അങ്ങനെയല്ല കേട്ടോ. പ്രകടിപ്പിക്കാത്ത സ്നേഹം നമുക്ക് വലിയ ഗുണം ചെയ്യുന്നു. അതുകൊണ്ട് വാക്കിലും പ്രവർത്തിയിലും പറയണം, നന്നായിരിക്കുന്നു, താങ്ക് യു, താങ്ക്സ്, വെരി ഗുഡ് എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ 3 കാര്യങ്ങൾ ഇപ്പം വിവാഹം കഴിച്ചത് മാത്രമല്ല, കഴിക്കാൻ പോകുന്നത് മാത്രമല്ല, കഴിച്ചുകൊണ്ടില്ല, ധ്യാനിക്കാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളാണിത്. 1, പ്ലീസ് ടെൽ മീ, പറയുക, കേൾക്കാം. 2, സോറി, ക്ഷമിക്കുക, തെറ്റിപ്പോയി. 3, താങ്ക് യു, നന്ദി എന്ന് പറയുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ കുടുംബജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും. അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ കഴിയുന്നുണ്ട്. കൂടാതെ ജീന, ഞാൻ വിചാരിച്ചു വിടണമെന്നോട്, ജീന ആദ്യമേ സൺഡേ സ്കൂൾ അധ്യാപികയാണെന്ന് പറയണമെന്ന് എന്നോട് പറയുന്നത്. അത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ അത് കുഴപ്പമാണ്. അതുകൊണ്ട് ജീന സൺഡേ സ്കൂൾ അധ്യാപികയാണ് പ്രധാനമായിട്ട്. അത് കഴിഞ്ഞാൽ അഭയഭവനിൻ്റെ ശുശ്രൂഷയ്ക്ക് വരുന്നത്. അത് കുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്ക് ഫോർമേഷൻ കൊടുക്കുന്ന വലിയൊരു ദൗത്യമാണ് സൺഡേ സ്കൂൾ അധ്യാപകൻ. അത് തൻ്റെ കുഞ്ഞുങ്ങൾക്കും അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങൾക്കും ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള പ്രാപ്തി ഉണ്ട് എന്നതിൻ്റെ അടയാളം കൂടിയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ അഭിനന്ദിക്കുന്നു. എനിക്ക് സ്റ്റെഫിയുടെ മാതാപിതാക്കളെ പരിചയമില്ല, തോട്ടക്കാടുകാരാണെന്ന് അറിഞ്ഞു. ഇതായിരുന്നു നിങ്ങളുടെയും ആ വെഡിങ് റിങ്ങിൻ്റെ മാഹാത്മ്യം നമ്മളെ കാണാനായിട്ട് സാധിക്കും. ഇവരുടെ വെഡിങ് റിങ്ങിൻ്റെ മാഹാത്മ്യം അടുത്ത തലമുറയിൽ പ്രശോഭിക്കുവാൻ ഇടയാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഭാഗത്തിൻ്റെ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കാം. പിന്നീടുള്ള അവസരങ്ങളിൽ ഇവർ നൽകുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് അനുഭവിച്ചാൽ മാത്രം പോരാ, നമുക്കും ഒരു പ്രാർത്ഥനയിൽ ഞാൻ സാക്ഷിയായ ഈ വിഭാഗം വിജയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സന്തോഷകരമായ സമാധാനമുള്ള സ്നേഹത്തിൽ പരികർമ്മം ചെയ്യുന്ന സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുന്ന നല്ല ഒരു കുടുംബജീവിതം ഇവർക്കുണ്ടാകട്ടെയെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും ബഹുമാനപ്പെട്ട വിയാരിച്ചിന്റെയും പേരിൽ ഞാൻ ആശംസിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പോകുന്നു. ഈ കൂദാശ യോഗ്യതയുടെ പരികരണം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവരസത്തെ നൽകിയ ദൈവമേ, അങ്ങയുടെ പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു.
ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികരണം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സ്മരണത്തോടും കൂടി ത്രേസ്യയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ത്രേസ്യ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സ്മരണത്തോടും കൂടി കുര്യനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവനം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളുടെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പുരുഷമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിനും സ്നേഹത്തിനും വധുവരന്മാരെ ലഭിക്കുന്ന ഈ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിന് പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേകാ
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരങ്ങൾ കരമുച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളെ ഭരണകർത്താവും സംരക്ഷകനുമായി തീരട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ ഇവരെ കാത്തുകൊള്ളണമേ. അപരാധത്തെയും സാറായും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധനികാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ യോസേഫിന്റെയും ആദിസ്യം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശയ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും.
start falling when the cold wind blows. We soon get covered by winter snow. Birds start singing when the spring rolls round. Flowers blooming through the thawing ground. When you love somebody and the love grows cold, the sun starts shining when you let it all go. There's a certain kind of hurting only time can heal. That's a pretty good picture of the way I feel. I'm a little bit hurt, but a lot more free. I ain't saying that you never took a toll on me. And for what it's worth, I can finally see that I'm a little bit hurt, but a lot more free. Yeah, I'm a little bit hurt, but a lot more free. From this mountain I can see so far. Rivers running like deep, deep scars, carrying the lifeblood through my veins. Is it crazy that I'm grateful for all the pain? Na 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 na. Amada mia, amore mio. Amada mia, amore mio. Amada mia, amore. Amada mia, amore mio. Amada mia, amore mio. Amada mia, amore. ക്രിസ്റ്റൽ ആൻഡ് സ്റ്റെഫി അവരുടെ ലൈഫിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹിസ്റ്റോറിക് മൊമെന്റ് ആണ്. അറ്റ് ലാസ്റ്റ് അവർ ആഗ്രഹിച്ചതുപോലെ ഫാമിലി അവരുടെ പ്രസൻസിൽ ബ്ലെസ്സിങ്സിൽ ഒഫീഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈഫ് പാർട്ട്നേഴ്സ് ആയ ശേഷം രണ്ടുപേരും നമ്മുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ടേൺ ആണ്. സോ നല്ലൊരു ക്ലാപ്പോട് കൂടി ഇന്നത്തെ റിയൽ സ്റ്റാർസിനെ നമുക്ക് സ്റ്റേജിലോട് വെൽക്കം ചെയ്യണം. നല്ലൊരു ക്ലാപ്പ്.
كامل كله رفيجي طاير جت فقاني هزها هزة نظام والليل ميش في عمرية عطني رقصة تقلي صناي أقول عطني رقصة الكلمة تاي أقول سوي رقصة هلو قدماي زيد لي شكر وايد وأنا أشرب لي جاي يا أخي دوس فصلة يا أخي توز والله خوش رقصة يا أخي دوس عندي خوش فصلة يا أخي توز والله خوش رقصة يا أخي دوس عندي خوش فصلة يا أخي توز والله خوش رقصة يا أخي دوس عندي خوش فصلة يا أخي توز والله خوش رقصة. ഒഫീഷ്യലി ലൈഫ് പാർട്ട്നേഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതിനു ശേഷം രണ്ടുപേരും എത്തിയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്, ഹാപ്പി അല്ലേ? രണ്ടുപേരും വളരെ ഹാപ്പിയാണ്. ബട്ട് നമുക്ക് കുറച്ച് പേരെയും കൂടി സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യണം. നല്ലൊരു ക്ലാപ്പോട് കൂടി ക്രിസ്റ്റന്റെയും സ്റ്റെഫിയുടെയും പാരന്റ്സ് ആൻഡ് സിബ്ലിങ്സ് ഫാമിലിയെ നമുക്ക് സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യാം. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ക്രിസ്റ്റന്റെയും സ്റ്റെഫിയുടെയും പാരന്റ്സ് ആൻഡ് സിബ്ലിങ്സ് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ ക്രിസ്റ്റിൻ്റെ അമ്മമ്മ മറിയമ്മ അമ്മച്ചിനെയും സ്റ്റേജിലൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. വളരെ ടാക്റ്റായിട്ട് തന്നെ കുറച്ചുകൂടി വെഡിങ് ഡേ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യുകയാണ്. അമ്മച്ചിയും കൂടി സ്റ്റേജിലോട്ട് വന്നാലാണ് ഈ ഒരു ഫ്രെയിം ശരിക്കും ഗ്രാൻഡാവും. ഫാമിലി ഫുൾ സ്റ്റേജിലെത്തി. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരും പരിചയപ്പെട്ടേക്കാം. ഫസ്റ്റ് ക്രിസ്റ്റനിൽ തന്നെ തുടങ്ങിയേക്കാം. ക്രിസ്റ്റൻ ജോ ഇറ്റാലിയൻ ഷെഫാണ്. ലണ്ടനിൽ ക്രിസ്റ്റൻ വർക്ക് ചെയ്യുന്നു. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരു പാവം പയ്യനാണ് നമ്മുടെ ക്രിസ്റ്റൻ. ഏറ്റവും കൂടുതൽ ഈ ഫാമിലിയിൽ ക്ഷമയുള്ളത് ക്രിസ്റ്റൻ ആണെന്നാണ് പറഞ്ഞത്. ആണോ ക്രിസ്റ്റൻ? പപ്പ പറയുന്നു ഞാൻ അങ്ങനെ എനിക്ക് തോന്നണമെന്നാണ് പറയുന്നത്. ഡയറക്റ്റ്ലി തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ക്രിസ്റ്റൻ്റെ പപ്പ ജോ അങ്കിൾ. ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും ഈ ഫാമിലിയിലെ ഏറ്റവും നോട്ടി ബോയ് അത് ജോ അങ്കിളാണ്. ഐ മീൻ കുസൃതിയുള്ള. ഓക്കെ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. ഓക്കെ, ദെൻ ക്രിസ്റ്റൻ്റെ മമ്മി ജീന ആൻറ്റി, ദെൻ ക്രിസ്റ്റൻ്റെ അമ്മമ്മ മറിയമ്മ അമ്മച്ചി. ഓക്കെ, ഇനി നേരെ സ്റ്റെഫിയുടെ ഫാമിലിയിലേക്ക് കിടക്കുകയാണ്. സ്റ്റെഫി സ്കറിയ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റെഫിയുടെ പപ്പ മെനോജ് ഐസക് അങ്കിൾ, ആൻഡ് ദെൻ സ്റ്റെഫിയുടെ മമ്മി സിസിലി ആൻറ്റി. സിബ്ലിങ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്റ്റെഫിയുടെ ശശി, അനു, ഷിമിക്. അനുവിൻ്റെ ഫാമിലി ഒരു 5 സ്റ്റാർ ഫാമിലിയാണെന്ന് വേണമെങ്കിൽ പറയാം. 5 പേരടങ്ങുന്ന ഫാമിലിയാണ്. അനുവിൻ്റെ സോൾ മേറ്റ് ആണ് തൊട്ടടുത്ത് നിൽക്കുന്നത് ഷിമിക് ഫിലിപ്പ്. ദെൻ അവരുടെ കുട്ടികളാണ് ഷോൺ, ഷമിക്. ജസ്റ്റ് ഹാവ് പറഞ്ഞിട്ട് big family, big friends. Okay, Shayon and Shayona Shimit and one and only brother Stanley Scalia. Okay, സ്റ്റെഫിയുടെയും ക്രിസ്റ്റൻ്റെയും ഫാമിലിയെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ബിഗിനിങ് ബ്യൂട്ടിഫുൾ ആക്കണം. സോ ക്രിസ്റ്റൻ ആൻഡ് സ്റ്റെഫി മുഖത്തെ ചിരി കളയേണ്ട, ബൊക്കെയൊക്കെ താഴെ വെച്ചോളൂ. യെസ്, രണ്ടുപേരും ജോയിൻ ചെയ്ത് സെൻട്രലിലെ ക്യാൻഡിൽ തെളിക്കുന്നു. ദെൻ കൂടെ എല്ലാവിധ സപ്പോർട്ടും. സന്തോഷം എവിടെയുണ്ടോ അവിടെ മധുരം പങ്കുവയ്ക്കണം. നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. എഗെയിൻ നിങ്ങൾ ഫാമിലിയോടൊപ്പം ജോയിൻ ചെയ്ത് കേക്ക് കട്ട് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെഫി ആൻഡ് ക്രിസ്റ്റൻ നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുക. ദെൻ ഫാമിലി. ഓക്കെ,
ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കുന്നു. സോ ഈ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ cheers പറയുന്നത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഈ മൊമെന്റിലേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് വൈൻ ഗ്ലാസ് തരും. പറ്റിട്ട് വൈൻ ഗ്ലാസ് പോകുന്നതിന് ശേഷം നല്ലൊരു ക്ലാപ്പ് ഡിസേർവ് ചെയ്യുന്ന മൊമെന്റ് ആണ്. പ്രൈസ് ചെയ്യുന്നു. the air turn as you breathe.
stealing up your eyes, waking up the life in me. You set my soul on fire, you pull my heartbeat toward the sun. You give me new eyes open, you call my heartbeat into love. There's a quiet moving in your ways. It's a peace I've never known. Build my anchor, throw it in your waves. Slow it down and call you home. You set my soul on fire, you pull my heartbeat towards the sun. You give me new eyes open, you call my heartbeat into love. You set my soul on fire, you pull my heartbeat towards the sun. You give me new eyes open, you call my heartbeat into love. Oh, there's a river that winds on forever. I'm gonna see where it leads. Oh, there's a mountain that no man has mounted. I'm gonna stand on the peak. Out there's a land that time don't command. Wanna be the first to arrive. No time for pondering why I'm wandering on while we both still fly. To the ends of the earth, would you follow me? There's a world that was meant for us to see. To the ends of the earth, would you follow me? If you won't, I will say my goodbyes to thee. gonna whistle a tune. Oh, there's a desert that size can't be measured. I'm gonna count on the dunes. Out there's a world that calls for the girl, heading out into the unknown.
with fear and strangers and all kinds of danger. Please don't say I'm going alone. To the ends of the earth, would you follow me? There's a world that was meant for us to see. To the ends of the earth, would you follow me? Well, if you won't, I will say my anniversary. For you, baby, doesn't mean I'm ready to stay. What good is living the life you've been given if all you do is stand in place? I'm on a river that winds on forever, follow till I get where I'm going. Maybe I'm heading to die, but I'm still gonna try. I guess I'm going alone. Let's run to the rest of our